ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളായ പ്ലാൻ പത്തോളജിയാണ്. പ്ലാൻ പത്തോളജി എന്ന് പറയുന്നത് ദാറ്റ്സ് ദ സ്റ്റഡി ഓഫ് പ്ലാൻ ഡിസീസസ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഫൈറ്റോപത്തോളജി. ആൻഡ് ദ ഡിസീസ് കോസിങ് ഏജൻസ്, അതിന് നമ്മൾ എന്താ പറയുക, പാത്തജൻസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ഡിസീസസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് പാഡി. The brown spot disease of paddy is also called sesame leaf spot അഥവാ ഹെൽമിൻതോസ്പോറിയോസ് അല്ലെങ്കിൽ ഫംഗൽ ബ്ലൈറ്റ്. അപ്പോൾ ഈ 3 ടേംസും ഓർത്ത് വയ്ക്കുക. സെസമി ലീഫ് സ്പോട്ട് എന്ന് പറഞ്ഞാലും ഹെൽമിൻതോസ്പോറിയോസ് അല്ലെങ്കിൽ ഫംഗൽ ബ്ലൈറ്റ്, ഇത് 3ഉം ബ്രൗൺ സ്പോട്ട് ഡിസീസ് ഓഫ് പാഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ മേജർ ഫംഗൽ ഡിസീസ് ഓഫ് പാഡി. ഇനി ഈ ഒരു ഡിസീസ് എങ്ങനെയാണ് ഈ പാഡിയെ നശിപ്പിക്കുന്നത്, എന്തെല്ലാം വിധത്തിലാണ് ചെടിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പുവർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഒന്നുകിൽ വിത്തുകൾ മുളയ്ക്കില്ല, അല്ലെങ്കിൽ മുളച്ചാൽ തന്നെ വളരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശം രീതിയിലായിരിക്കും അത് കാണപ്പെടുന്നത്. അടുത്തത് ഡിസ്ട്രക്ഷൻ ഓഫ് ലീവ്സ്. അതായത് നമുക്കറിയാം ഇത് ലീവ്സിലാണ് കൂടുതലും ബാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, ദാറ്റ് അഫക്ട്സ് ദ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി ഓഫ് ദ പ്ലാന്റ്. അതായത് ക്ലോറോഫിൽ എന്ന പിഗ്മെൻ്റാണ് ചെടികൾക്ക് ഈ ഗ്രീൻ കളർ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ലീവ്സ് വഴി ഈ സൂര്യപ്രകാശം പിടിച്ചെടുത്ത് ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ ഇലകൾ വേണ്ടേ, ഇലകൾ ഹെൽത്തി ആയിരിക്കണ്ടേ. അപ്പോൾ ഈ ഇലകൾ ഇത് ബാധിക്കുമ്പോൾ എന്താ സംഭവിക്കുക, പതിയെ പതിയെ ഇലകൾ നശിക്കും, പിന്നെ ചെടി പൂർണ്ണമായും നശിച്ചു പോകും ഇല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത 3ാമത്തത് ഷ്രിവലിംഗ് ആൻഡ് പുവർ സെറ്റിംഗ് ഓഫ് സീഡ്സ്, റിഡ്യൂസിങ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ പ്രൊഡ്യൂസ്. അതായത് ഈ വിത്തുകളൊക്കെ ഉണ്ടല്ലോ, വിത്തുകളൊക്കെ ചുക്കി ചുളുങ്ങിപ്പോകും. ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് ഡീക്കേ ആയി ചുക്കി ചുളുങ്ങിപ്പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ ചുക്കി ചുളുങ്ങി പോകുന്നത്, റിങ്കിളായി പോകുന്നത്? ഡ്യൂ ടു ദ ലോസ് ഓഫ് മോയ്സ്ചർ. അപ്പോൾ ഈ ഒരു ഡിസീസിന് അറ്റാക്ക് കൊണ്ട് ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുക്കി ചുളുങ്ങിപ്പോവും, പൂർണ്ണമായും അത് നശിച്ചു പോവും. അപ്പോൾ എന്താ സംഭവിക്കുക, പിന്നെ വളരെ ലോ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡ്യൂസ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഒക്കെ ഇടിയും. ഇനി നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സീഡ്ലിങ്സിനെയും മെച്യൂർ റൈസ് പ്ലാന്റ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഡിസീസാണിത്. സീഡ്ലിങ്സിലാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് കോസസ് ബ്ലൈറ്റ്. ബ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് അത് ഡീക്കേ ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മെച്യൂർ പ്ലാന്റ്സിലാണെങ്കിൽ നോക്കിക്കേ, ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ് അപ്പിയർ ഓൺ ലീവ്സ്, ലീവ് ഷീത്ത് ആൻഡ് ഗ്ലൂംസ്. ഇവിടെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ സിംറ്റംസ് കാണാൻ പറ്റുക. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്നതും ഏറ്റവും കോമൺ ആയിട്ടുള്ളതുമായ സിംറ്റംസ് എന്തൊക്കെയാണ്, വളരെ ചെറുതും ബ്രൗൺ നിറത്തിലുള്ളതും പിന്നെ സർക്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലൊക്കെ ഉള്ള സ്പോട്ട്സ് നമുക്ക് ഈ ഇലകളിലൊക്കെ കാണാൻ പറ്റും. ഇനി അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ ഈ കുത്തുകളായിരിക്കില്ല, നീളം വരകൾ പോലെയായിരിക്കും നമുക്ക് ഇലകളിൽ കാണാൻ പറ്റുന്ന, ബ്രൗൺ കളറിൽ വരകളായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി കോസൽ ഓർഗാനിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ദ ഫംഗസ് ഹെൽമിൻതോസ്പോറിയം ഒറൈസെ. അതാണ് നമ്മൾ പേര് നേരത്തെ പറഞ്ഞപ്പോൾ ഹെൽമിൻതോസ്പോറിയോസ് നമ്മൾ പറഞ്ഞില്ലേ, 3 പേരുകൾ ഇതിന് വേറെയുണ്ട് അല്ലേ. അതിലൊന്ന് ഹെൽമിൻതോസ്പോറിയോസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഹെൽമിൻതോസ്പോറിയം ഒറൈസെ ആണ്, ആ ഫംഗസ് ആണ് ഈ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ബൈപോളാരിസ് ഒറൈസെ. And you can see that its mycelium consists of prostrate hyphae and erect conidiophores. മൈസീലിയം എന്ന് പറയുന്നത് എന്താണ്, ഈ ഫംഗസിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ട് അല്ലേ. അതായത് അതിൻ്റെ മെയിൻ ബോഡിയാണ് ഈ മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൈസീലിയത്തിൽ യു ക്യാൻ സീ a network of thread like structures, നൂല് പോലെ ഉള്ള ബ്രാഞ്ചിങ് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഹൈഫേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈസീലിയത്തിൽ എന്തൊക്കെയാണുള്ളത്, പ്രോസ്ട്രേറ്റ് ഹൈഫേ ആൻഡ് ഇറക്റ്റ് കൊണീഡിയോഫോസും നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ കൊണീഡിയോഫോസ് എന്ന് പറയുന്നത്? ആക്ച്വലി ഈ കൊണീഡിയോഫോസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ കൊണീഡിയ എന്ന് പറയുന്ന എസെക്ഷുവൽ സ്പോർസ് ആണ് ഉള്ളത്. ഓക്കെ, ഫംഗൈയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എസെക്ഷുവൽ സ്പോർസ് ആയ കൊണീഡിയയാണ് ഈ കൊണീഡിയോഫോസ് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്ട്രക്ചേഴ്സിനുള്ളിലുള്ളത്. ഈ കൊണീഡിയ ഈ ഹൈഫയുടെ ടിപ്പിൽ നിന്നും അല്ലെങ്കിൽ സൈഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കൊണീഡിയോഫോസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്.
Okay, and the mycelium develops to a grayish brown or dark brown mat on plants. പിന്നെ ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് സംഭവിക്കുമ്പോൾ എന്താണ് പറ്റുക? ഗ്രേയിഷ് ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളറിലൊക്കെ എന്താണ് പാച്ചസ് പോലെ ഒരു മാറ്റ് രൂപത്തിലൊക്കെ നമുക്ക് പ്ലാന്റ് പാർട്സിൽ ഇത് കാണാൻ പറ്റും. ഇനി ദീസ് കൊണീഡിയോഫോഴ്സ് എറൈസ് ഇൻ ടഫ്സ് ത്രൂ ദ സ്റ്റൊമേറ്റ, അതായത് എന്താണ് ഒരു ബേസിൽ നിന്നും എറൈസ് ചെയ്ത് വരുന്ന ഒരു ബഞ്ച് ഓഫ് ത്രെഡ്സ് പോലെ നമുക്ക് കാണാൻ പറ്റും ഈ കൊണീഡിയോഫോഴ്സിന്. ആൻഡ് ദ ഹെൽമിന്തോസ്പോറിയം ഒറൈസെ പ്രൊഡ്യൂസസ് എ ടോക്സിൻ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് കോക്ലിബോളിൻ. അത് നോട്ട് ചെയ്തേക്കണേ, കോക്ലിബോളിൻ എന്നാണ് ആ ടോക്സിൻ്റെ പേര്. ആൻഡ് ഇറ്റ്സ് ഹൈലി ടോക്സിക് ടു റൈസ് സീഡ്ലിങ്സ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് റൂട്ട്സ്. വേരുകളുടെ വളർച്ചയെ തന്നെ അത് നശിപ്പിച്ചു കളയും, അല്ലേ, അത് തടയും. അതുകൊണ്ടാണ് ഇറ്റ്സ് ഹൈലി ടോക്സിക് ടു റൈസ് സീഡ്ലിങ്സ്. ആൻഡ് ദിസ് ഡിസീസ് ഇസ് സോയിൽ ബോൺ ആൻഡ് സീഡ് ബോൺ. അതായത് മണ്ണിൽ നിന്നും ഈ അസുഖം ചെടിക്ക് കിട്ടാം, അല്ലെങ്കിൽ വിത്തുകളിൽ നിന്നും കിട്ടാം. It is carried over from season to season through the seeds and diseased crop debris left in the field. അതായത് ഫ്രം സീസൺ ടു സീസൺ വിത്തുകൾ വഴിയും ഈ അസുഖം കിട്ടാം, അല്ലെങ്കിൽ വിളവെടുപ്പിന് ശേഷം എന്താണ് ഇത്തരം രോഗം ബാധിച്ച ചെടികളുടെ ഡെബ്രിസ്, അതായത് ബാക്കി വേസ്റ്റ് മെറ്റീരിയൽസ് പാടത്ത് കിടപ്പുണ്ടെങ്കിലും അതുവഴിയും അടുത്ത സീസണിലുള്ള ചെടികൾക്ക് ഈ അസുഖം കിട്ടും. അടുത്തത് കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഫീൽഡ്സ് വേർ ദ ഡിസീസ് ഹാസ് ബീൻ ആൻ എപ്പിഡമിക് ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു ഡിസ്ട്രോയ് ഓർ ബേൺ ദ സ്റ്റബിൾസ് ആഫ്റ്റർ ദ ക്രോപ്പ് ഹാർവെസ്റ്റ്. അതായത് ഇത്തരം രോഗം ബാധിച്ച ചെടികളുള്ള പാടത്ത് എന്താ ചെയ്യുക? ഈ ഹാർവെസ്റ്റിന് ശേഷം, വിളവെടുപ്പിന് ശേഷം ബാക്കി വരുന്ന ചപ്പ് ചവറുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഡെബ്രിസ് ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണെങ്കിൽ എന്താണ്, ദാറ്റ്സ് എ കൺട്രോൾ മെഷർ. നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഈ അസുഖത്തെ തടുത്ത് നിർത്താം. പിന്നെ റെസിസ്റ്റൻ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള പത്മ, IR24, HR47 ഇത്തരം റെസിസ്റ്റൻ്റ് വെറൈറ്റീസൊക്കെ, അതായത് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഇത്തരം റെസിസ്റ്റൻ്റ് വെറൈറ്റീസ് ഉപയോഗിക്കുന്നതും ഈ ഒരു അസുഖത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ നല്ലതാണ്. പിന്നെ ഓൾട്ടർനേറ്റ് ഹോസ് ഷുഡ് ബി റിമൂവ്ഡ് ഓർ ദെയർ പോപ്പുലേഷൻ ഷുഡ് ബി ചെക്ക്ഡ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പൗഡറി മിൽഡ്യൂ ഓഫ് റബ്ബർ, ആൻഡ് ദാറ്റ്സ് എ വെരി കോമൺ പ്ലാന്റ് ഡിസീസ് ഇൻ ഇന്ത്യ ആൻഡ് അതർ റബ്ബർ ഗ്രോയിങ് കൺട്രീസ്. ഇനി ഇത് കൂടുതലും കാണുന്നത് ന്യൂലി ഫോംഡ് ആയിട്ടുള്ള ടെൻഡർ ലീവ്സിലാണ്, ആൻഡ് ദാറ്റ് ടു ഡ്യൂറിങ് ദ റിഫോളിയേഷൻ പീരിയഡ് ഓഫ് ദി റബ്ബർ പ്ലാന്റ്സ്. റബ്ബർ പ്ലാന്റ്സിൽ ഇലകളൊക്കെ എന്തെങ്കിലും ഒരു എൻവയൺമെൻറ്റൽ ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ഇൻസെക്റ്റ് അറ്റാക്ക് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോയതിന് ശേഷം പുതിയ തളിരിലകൾ വരുന്ന ടൈമിലാണ് ഈ ഒരു ഡിസീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഡ്യൂറിങ് ഒരു ജനുവരി ടു മാർച്ച് ആ ഒരു ടൈമിലാണ് നമുക്കത് കാണാൻ പറ്റുക. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ കന്യാകുമാരി, ഇടുക്കി, വയനാട് ഡിസ്ട്രിക്ട്സിലൊക്കെ വളരെ സിവിയറായിട്ട് ഈ ഒരു ഡിസീസ് നമുക്ക് റബ്ബർ പ്ലാന്റ്സിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഡിസീസിൻ്റെ സീരിയസ് ഔട്ട്ബ്രേക്ക് സംഭവിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അതായത് ഈ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള ഇരുട്ട് മൂടിക്കിടക്കുന്ന ദിവസങ്ങളിലോ, അല്ലെങ്കിൽ മിസ്റ്റി നൈറ്റ്സ് വിത്ത് ഡ്യൂ ഫോർമേഷൻ, ആൻഡ് ദാറ്റ് ടു ഡ്യൂറിങ് ദ റിഫോളിയേഷൻ പീരിയഡ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെയാണ് ഈ അസുഖം കൂടുതൽ പടർന്നു പിടിക്കാനും ഒരു ഔട്ട്ബ്രേക്കായി മാറാനുമുള്ള ഫേവറബിൾ കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. അടുത്തതായിട്ട് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. An ashy powdery coating on leaves is a characteristic symptom, and the leaves with ashy coating curl, crinkle and their edges roll inwards. അതായത് ഈ റബ്ബറിൻ്റെ ഇലയിലൊക്കെ നമുക്കൊരു ആഷ് കളർ പൗഡറി കോട്ടിങ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് സിംറ്റം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഇലയിൽ ഇങ്ങനെ ഒരു കോട്ടിങ് കാണുന്നതിനോടൊപ്പം ലീവ്സൊക്കെ ചുക്കിച്ചുളുങ്ങുന്നതായിട്ട് റിങ്കിൾ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ദാറ്റ് ഇസ് ക്രിങ്കിൾ. പിന്നെ എഡ്ജിൽ നിന്ന് ഉള്ളിലേക്ക് ചുരുണ്ട് കയറുന്നത് പോലെയും നമുക്ക് കാണാൻ പറ്റും. ലീവ്സൊക്കെ ഉള്ളിലേക്ക് ചുരുണ്ട് കയറുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഓൺ ഓൾഡർ ലീവ്സ് വൈറ്റ് പാച്ചസ് ലേറ്റർ അപ്പിയർ കോസിങ് ലോക്കലൈസ്ഡ് നെക്രോട്ടിക് സ്പോട്ട്സ് ഓർ ലീഷൻസ്. ഇനി ഓൾഡർ ലീവ്സിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക്
വൈറ്റ് പാച്ചസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ലോക്കലൈസ്ഡ് നിക്രോട്ടിക് സ്പോട്ട്സ് ഓർ ലീഷൻസ്, അതായത് ഈ പച്ച നിറത്തിലുള്ള ഇലയിൽ ബ്രൗൺ കളറിലും മഞ്ഞ നിറത്തിലും ഒക്കെ സ്പോട്ടുകൾ കാണത്തില്ലേ നമ്മൾ. ആദ്യം ചെറുതായിരിക്കും, പിന്നെ ആ സ്പോട്ട് വൈഡായി വരും. അതായത് അത്രയും ഭാഗം ഡീക്കേ ആയി പോകുന്നു എന്നാണ് അർത്ഥം. ആൻഡ് ദിസ് റിഡ്യൂസസ് ദ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി and the infected flowers and tender fruits shed affecting seed production. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ലാസ്റ്റ് എന്താ പറ്റുക, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ടെൻഡർ ഫ്രൂട്ട്സും ഒക്കെ കൊഴിഞ്ഞു വീഴും അല്ലേ. ആൻഡ് ദാറ്റ് എഫക്ട്സ് ദ സീഡ് പ്രൊഡക്ഷൻ. ഇനി ഏത് തരം ക്ലോൺസ് ആണ് ഇതിന് കൂടുതലും സസെപ്റ്റബിൾ ആയിട്ടുള്ള, ഈ ഒരു അസുഖം പിടിപെടാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ഏതൊക്കെ ക്ലോൺസ് ആണെന്ന് നമുക്ക് നോക്കാം. RR2 105, RR2 118, RR2 300, PB 217, PB 235, PB 280, PB 311 and PR 261. ഏറ്റവും കൂടുതൽ ഈ രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള, ദേ ആർ വെരി സസെപ്റ്റബിൾ ടു ദിസ് ഡിസീസ്. ഓക്കെ, കൂടുതലും ഈ രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്ലോൺസ് ആണ് ഇവയൊക്കെ. എന്നാൽ some clones such as PB86, RR208, പിന്നെ PB310, ഇവയൊക്കെ they show some tolerance. ഒരു പരിധി വരെയൊക്കെ അവർക്ക് ഇതിനെ തടുത്തു നിർത്താൻ കഴിയും, പൂർണ്ണമായുമല്ല, but to some extent. അടുത്തത് കോസൽ ഓർഗാനിസത്തെ കുറിച്ച് നമുക്ക് നോക്കാം. Powdery mildew of rubber is caused by the ectoparasitic fungus Oidium Hivae. Ectoparasitic fungus എന്ന് പറയുന്നത് എന്താണ്? A type of fungus that lives on the external surface of its host. ഹോസ്റ്റിൻ്റെ എക്സ്റ്റേണൽ സർഫസിൽ ജീവിക്കുന്ന, വളരുന്ന ഒരു തരം ഫംഗസിനെയാണ് നമ്മൾ എക്ടോപാരസൈറ്റിക് ഫംഗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒയിഡിയം ഹിവെ ആ ഒരു ടൈപ്പ് ഫംഗസ് ആണ്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് എക്സ്റ്റെൻസീവ്ലി ബ്രാഞ്ചിങ് ഹൈലൈൻ, സെപ്റ്റേറ്റ് ആൻഡ് തിൻ വാൾഡ് ഹൈഫേ ഓൺ ദ സർഫസ് ഓഫ് ദ ഹോസ്റ്റ് പ്ലാന്റ്. ഹോസ്റ്റ് പ്ലാന്റിൻ്റെ സർഫസിൽ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഹൈലൈൻ ഹൈഫേ. ഹൈലൈൻ ഹൈഫേ എന്ന് പറഞ്ഞാൽ എന്താണ്? കളർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഫംഗൽ ഫിലമെൻറ്റ്സ് ആൻഡ് തിൻ വാൾഡ് ഹൈഫേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആര്? ഈ ഒയിഡിയം ഹീവെ. ആൻഡ് ദാറ്റ് ടു ഓൺ ദ സർഫസ് ഓഫ് ദ ഹോസ്റ്റ് പ്ലാന്റ്. എന്നിട്ട് ദ ഹോസ്റ്റോറിയ ഓഫ് ദ ഫംഗസ്. ഹോസ്റ്റോറിയ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? ദാറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ദാറ്റ് യു ക്യാൻ സീ ഇൻ ദിസ് ഫംഗൈ. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഇസ് യൂസ്ഡ് ടു പെനിട്രേറ്റ് ദ ടിഷ്യൂസ് ഓഫ് ദ ഹോസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? വെള്ളവും മിനറൽസും എല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട്. So the hostoria of the fungus penetrate into the epidermal cells of the host and draw nutrients. And the fungus produces vertical stalks or conidiophores which bear chains of barrel-shaped or cylindrical conidia. അപ്പോൾ ഈ ഫംഗസ് കൊണീഡിയോഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കൊണീഡിയോഫോഴ്സിൽ നിന്നും യു ക്യാൻ സീ എന്താണ്? സിലിണ്ട്രിക്കൽ കൊണീഡിയ, ചെയിൻസ് ഓഫ് സിലിണ്ട്രിക്കൽ കൊണീഡിയ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഡിസെമിനേഷൻ ഓഫ് ദിസ് കൊണീഡിയ കോസസ് സെക്കൻഡറി ഇൻഫെക്ഷൻ ആൻഡ് സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ്. ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ഓഫ് ദീസ് കൊണീഡിയ. ഈ കൊണീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അസെക്ഷൽ സ്പോർസ് ആണ് അല്ലേ. അപ്പോൾ ഈ അസെക്ഷൽ സ്പോർസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താ സംഭവിക്കുക? ദാറ്റ് കോസസ് സെക്കൻഡറി ഇൻഫെക്ഷൻ ആൻഡ് സ്പ്രെഡിങ് ഓഫ് ദ ഡിസീസ്. നെക്സ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൾഫർ മിക്സ്ഡ് വിത്ത് ആൻ ഇനേർട്ട് മെറ്റീരിയൽ ലൈക്ക് ടാൽക്, അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് വെറ്റബിൾ സൾഫർ ഇസ് ഓൾസോ വെരി ഇഫക്റ്റീവ് ഇൻ നഴ്സറീസ് ആൻഡ് ഓൾസോ ഫോർ യങ് പ്ലാന്റ്സ് ആസ് എ സ്പ്രേ. നെക്സ്റ്റ് ബാവിസ്റ്റൻ 0.05%. Spraying is more effective than sulfur for nurseries and young rubber. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെപ്പിയോക്ക മൊസൈക്ക് ഡിസീസിനെ കുറിച്ചാണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഡിസീസസ് ഓഫ് ടെപ്പിയോക്ക. ഇറ്റ്സ് എ വൈറൽ ഡിസീസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത രണ്ടും ഫംഗൽ ഡിസീസസ് ആണ് അല്ലേ. ഇത് വൈറൽ ഡിസീസാണ്, ടെപ്പിയോക്ക മൊസൈക്ക് ഡിസീസ്. ആൻഡ് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ടെപ്പിയോക്ക മൊസൈക്ക് വൈറസ് വിച്ച് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ വൈറ്റ് ഫ്ലൈ, അതായത് ബെമിസിയ ടെബാക്കൈ.
സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The disease is characterized by a mosaic pattern on leaves with light green, yellow or white spots or patches on the green background of the leaves. അതായത് കടും പച്ച നിറത്തിലുള്ള ഈ ഇലകളിൽ ഒന്നുകിൽ ഇളം പച്ച നിറത്തിലോ മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ ഉള്ള സ്പോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ പാച്ചസ് ആയിട്ടോ ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി സിവിയർ ഇൻഫെക്ഷൻ ഉള്ള സമയത്താണെങ്കിൽ വി ക്യാൻ സീ ഈ ലീവ്സിന് നല്ല ഡിസ്കളറേഷൻ ഉണ്ടാവും, ഇലകളൊക്കെ കീറിയതുപോലെ ആകും. പിന്നെ എന്താ സംഭവിക്കുക, ഈ സ്പോട്ട്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് തെളിഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റും. സർക്കുലർ പാറ്റേണിലായിരിക്കും ഉണ്ടാകുക. ആൻഡ് യു ക്യാൻ സീ വെയിൻ ക്ലിയറിങ്, വെയിൻ ബാൻഡിങ് ആൻഡ് വെയിൻ തിക്കനിങ്. അപ്പോൾ എന്താണ് ഈ വെയിൻ ക്ലിയറിങ് എന്ന് പറഞ്ഞാൽ, അതായത് നോർമൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറേഷൻ ഉണ്ടല്ലോ പ്ലാൻ വെയിൻസിൻ്റെ, അത് നഷ്ടപ്പെട്ടിട്ട് ഒരു യെല്ലോയിഷ് കളറിലോട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് മാറും. അതിനെയാണ് വെയിൻ ക്ലിയറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം വൈറൽ ഡിസീസസ് ബാധിക്കുന്ന ചെടികളിലാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. പിന്നെ വെയിൻ ബാൻഡിങ് എന്ന് പറയുന്നത് ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ് ബാൻഡ്സ് അപ്പിയർ എലോങ് ദ മെയിൻ വെയിൻസ്. ഓക്കെ, അപ്പോൾ മെയിൻ വെയിൻ്റെ ഭാഗത്ത് ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ് ബാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതാണ് വെയിൻ ബാൻഡിങ്. എന്നാൽ വെയിൻ ക്ലിയറിങ്ങിലാണെങ്കിൽ എന്താ പറ്റുക, റിസൾട്ട്സ് ഇൻ ട്രാൻസ്ലൂസൻറ്റ് വെയിൻസ്. പിന്നെ വെയിൻ തിക്കനിങ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഘട്ടത്തിൽ. ഇനിഷ്യലി ദ അഫക്റ്റഡ് ലീവ്സ് മേ ഷോ മൊസൈക് മോട്ട്ലിംഗ്. ഇനിഷ്യലി അങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. എന്നിട്ട് ഫൈനലി എന്താ സംഭവിക്കുക, ഒരു ലേറ്റർ സ്റ്റേജിൽ എന്താ സംഭവിക്കുക, ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. അതായത് ചെടി മുരടിച്ചു പോയത് കണക്കാവും. Spreading of the disease, leaf mosaic of tapioca is mostly spread by the sap feeding white fly. ആ ഫ്ലൈയുടെ പേരാണ് ബെമിസിയ ടെബാക്കൈ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ, ഈ പേരുകളൊക്കെ നല്ല ഓർത്ത് വെച്ചിരിക്കണേ. അടുത്ത കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്പ്രേയിങ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ടു ഡിസ്ട്രോയ് ദ ഇൻസെക്ട് വെക്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഇൻസെക്ട് വെക്ടേഴ്സിനെയൊക്കെ കൊല്ലാനായിട്ട് ഇൻസെക്ടിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ കത്തിച്ച് കളയുക. പിന്നെ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസിനെ സെലക്ട് ചെയ്ത് അത്തരം വെറൈറ്റീസിന് കൃഷി ചെയ്യുക. ഇപ്പോൾ ടപ്പിയോക്കയുടെ കേസിൽ എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ S1310, S2380, H97, H165, H2304. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ അഥവാ ഫുട്ട് റോട്ട് ഓഫ് പെപ്പർ എന്ന രോഗത്തെക്കുറിച്ചാണ്. കുരുമുളക് ചെടികളിൽ ബാധിക്കുന്ന മറ്റു രോഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള ഒന്നാണ് ക്വിക്ക് വിൽറ്റ് ഓഫ് പെപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഫ്ലിക്ട്സ് ഹെവി ലോസസ് ഓൺ പ്ലാന്റേഷൻസ് ആൻഡ് ഫുഡ് റോട്ട് ഇസ് കോസ്ഡ് ബൈ ഫൈറ്റോഫ്തോറ പാൽമിവോറ ആൻഡ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സഡൻ റോട്ടിംഗ് ഓഫ് കോളർ, root and leaf, dieback of twigs, spike shedding and ultimate death of the plant. അതായത് ആദ്യം എന്താ സംഭവിക്കുക, അതായത് ഈ സ്റ്റെമ്മിൻ്റെ ബേസ് ഭാഗം ഉണ്ടല്ലോ, വേർ ഇറ്റ് ജോയിൻസ് ദ റൂട്ട്, ആ ബേസ് ഭാഗത്ത് ആദ്യം അഴുകാൻ തുടങ്ങും. ഓക്കെ, പിന്നെ അതെന്ത് സംഭവിക്കും, ഗ്രാജുവലി ചെറിയ ചെറിയ കമ്പുകളും ഇലകളും റൂട്ട്സും എല്ലാം പിന്നെ ഗ്രാജുവലി അതും അഴുകാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന പൂക്കളെല്ലാം അഴുകി നശിച്ചു പോകും, അതെല്ലാം കൊഴിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും ഇത്തരം സ്പൈക്സിനകത്ത് ഉണ്ടാകുക. അപ്പോൾ ഈ സ്പൈക്സിനകത്ത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫില്ലിംഗ് ആണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡ്യൂസ് ആയിരിക്കുമോ കിട്ടുന്നത്? ഇല്ല, വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡ്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ രോഗം ഈ ചെടിയെ നശിപ്പിക്കുന്നത്. And the disease incidence is generally high when relative humidity is high and the temperature is low. ഓക്കെ, അപ്പോൾ ഈ ഒരു രോഗബാധ കൂടുതൽ ചെടികളിലേക്ക് പകരാനും പടർന്നു പിടിക്കാനും അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി ചെടികളെ നശിപ്പിക്കാനും പറ്റിയ ഫേവറബിൾ കണ്ടീഷൻ എന്താണ്? ഹ്യൂമിഡിറ്റി വളരെ കൂടി നിൽക്കുന്ന സമയവും ടെമ്പറേച്ചർ വളരെ ലോ ആയിരിക്കുന്ന സമയവുമാണ്. ഇനി കുറച്ച് പാത്തജൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് നമുക്കൊന്ന് നോക്കാം. അതായത് പൈപ്പർ കോളുബ്രിനം,
പൈപ്പർ ഒബ്ലിക്കം, പൈപ്പർ ഗിനൻസ്, ഇതൊക്കെ പാത്തജൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കുരുമുളക് ചെടികളാണ്. ഈ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ദിസ് ഡിസീസ് ഇസ് മോർ പ്രിവലന്റ് ഡ്യൂറിങ് ദ മൺസൂൺ സീസൺ. ഓക്കെ, and you can also see that the veins of the affected leaves may get discolored and decayed. ആദ്യം അതിൻ്റെ വെയിൻസിന് ഡിസ്കളറേഷൻ സംഭവിക്കും, പിന്നെ അത് അഴുകും, ആൻഡ് ഓഫൺ ദ എൻറ്റയർ ബ്രാഞ്ച് മേ ഡീറ്റാച്ച് ആൻഡ് ഫോൾ. അപ്പോൾ ആ ഒരു എൻറ്റയർ ബ്രാഞ്ച് തന്നെ ഇതുപോലെ അഴുകി നശിച്ചു പോയി കൊഴിഞ്ഞങ്ങ് വീഴും അല്ലേ. ആൻഡ് ദ വെയിൻസ് ഓഫ് ദ ബേസൽ പോർഷൻ ആർ സിവിയർലി അഫക്റ്റഡ് and that leads to rotting of that region. For this reason, the disease is also called foot rot of pepper. The vein rotting seriously interferes with the conduction of nutrients, with the result that the leaves turn yellow and finally they fall off and the plant becomes defoliated. അപ്പോൾ ഈ വെയിൻ റോട്ടിങ് സംഭവിക്കുമ്പോൾ ന്യൂട്രിയൻ കണ്ടക്ഷനിൽ ഇൻ്റർഫിയറൻസ് വന്ന് അത് നടക്കില്ല അല്ലേ, ന്യൂട്രിയൻ കണ്ടക്ഷൻ നടക്കില്ല, അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ലീവ്സ് മഞ്ഞ നിറമായി മാറും, ഫൈനലി അവ കൊഴിഞ്ഞു വീഴും, ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. ഓക്കെ, ഇനി നമുക്ക് കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് 1% ബോഡെക്സ് മിക്സ്ചർ in trenches is effective in checking the disease. Application of Bodex paste on pepper vines before the onset of monsoon. Application of Agalol in trenches for the eradication of the disease. അതായത് ബോഡെക്സ് പേസ്റ്റ് മഴക്കാലത്തിന് മുന്നേ ഈ പെപ്പർ വൈൻസിലെല്ലാം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കൺട്രോൾ മെഷറാണ്. അത് മാത്രമല്ല അഗാലോളുടെ ആപ്ലിക്കേഷനും വളരെ നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഇറാഡിക്കേഷൻ ഓഫ് ദി ഡിസീസ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫംജിസൈഡ്സ്. ഇതിൽ നമുക്ക് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്, ബോഡോക്സ് മിക്സ്ചർ, ടൊബാക്കോ ഡിക്കോഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ബോഡോക്സ് മിക്സ്ചർ എന്താണെന്നും അതിന് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബോഡോക്സ് മിക്സ്ചർ എന്ന് പറയുന്നത് ഒരു കോപ്പർ ഫംജിസൈഡാണ്. പ്ലാന്റേഷൻ ക്രോപ്സിലൊക്കെ ഫംഗൽ ഡിസീസസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് മെയിൻലി കോപ്പർ സൾഫേറ്റ് ആൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അതായത് ക്വിക്ക് ലൈം. ഓക്കെ, കോപ്പർ സൾഫേറ്റും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ചേർത്താണ് ഈ ഒരു ബോഡോക്സ് മിക്സ്ചർ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുക്കുക, അതിൽ 5 ലിറ്റർ വെള്ളം നിറയ്ക്കുക, അതിലേക്ക് 50 ഗ്രാം പൗഡേർഡ് കോപ്പർ സൾഫേറ്റ് ഇട്ടിട്ട് അത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യുക. മറ്റൊരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുക്കുക, അതിലേക്കാണ് നമ്മൾ മിൽക്ക് ഓഫ് ലൈം പ്രിപ്പയർ ചെയ്യുന്നത്. അതിലും 5 ലിറ്റർ വെള്ളം നിറയ്ക്കുക, അതിലേക്ക് 50 ഗ്രാം ക്വിക്ക് ലൈം ഇടുക, അതും നന്നായിട്ട് ഡിസോൾവ് ചെയ്യുക. അതിനുശേഷം മറ്റൊരു വെസൽ എടുത്തിട്ട് അതിലേക്ക് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും മിൽക്ക് ഓഫ് ലൈമും രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. സോ ഫൈനൽ വോളിയമായിട്ട് നമുക്ക് 10 ലിറ്ററാണ് കിട്ടാൻ പോകുന്നത്. ദാറ്റ് ടു ഓഫ് ദ സ്ട്രെങ്ത് 0.5%. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ചെടികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ദിസ് മിക്സ്ചർ നീഡ് ടു ബി ടെസ്റ്റഡ് ബിഫോർ ഇറ്റ്സ് യൂസ്. എന്തിനാണ്? ഫോർ ദ പ്രസൻസ് ഓഫ് ഫ്രീ കോപ്പർ. അപ്പം നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് ഇസ് ടോക്സിക് ടു ദ പ്ലാന്റ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നല്ല പോളിഷ് ചെയ്ത ഒരു നൈഫ് ഈ ഒരു മിശ്രിതത്തിലേക്കൊന്ന് മുക്കി നോക്കുക, ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബ്ലേഡിൽ എന്തെങ്കിലും ഒരു റെഡിഷ് കളർ നമ്മൾ കാണുവാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു മിശ്രിതത്തിലേക്ക് ലൈം കുറച്ചായിട്ട് ആഡ് ചെയ്യുക. ടിൽ ദ ബ്ലേഡ് ഡസ് നോട്ട് ഷോ സ്റ്റെയിനിങ് ഓൺ ഡിപ്പിങ്. അപ്പോൾ അങ്ങനെ ലൈം ആഡ് ചെയ്യുക, ഒന്നുകൂടെ കലക്കുക നന്നായിട്ട്, എന്നിട്ട് ഒന്നുകൂടെ മുക്കി നോക്കുക. അപ്പോൾ ഈ നമ്മുടെ ഈ ബ്ലേഡിൽ ഇത്തരം സ്റ്റെയിൻ വരാനേ പാടില്ല. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തിക്കണം. ഓക്കെ, എന്നിട്ട് മാത്രമേ നമുക്ക് ചെടികളിൽ ഇത് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബോഡോക്സ് മിക്സ്ചർ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഫംജിസൈഡാണ് നമ്മൾ പറയുന്നത്? ബിക്കോസ് ബൈ ദ മീൻസ് ഓഫ് ദ കോപ്പർ അയോൺസ് ഓഫ് ദ മിക്സ്ചർ. എന്തുകൊണ്ടാണ് അത് ഇത്രയും എഫക്റ്റീവ് ആവാൻ കാരണം? അതായത് ഈ ഫംഗൽ സ്പോർസിലുള്ള എൻസൈംസിനെ അഫക്റ്റ് ചെയ്യും ഈ കോപ്പർ അയോൺസ്, ആൻഡ് ദെയർബൈ പ്രിവെൻറ്റ്സ് ദ സ്പോർ ജെർമിനേഷൻ. അതിനാൽ തന്നെ
ഈ പ്ലാന്റ്സിനൊക്കെ ഈ ഫംഗൽ ഡിസീസ് ബാധ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഈ ബോഡോക്സ് മിക്സ്ചർ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിരിക്കും. ഇനി ടൊബാക്കോ ഡിക്കോഷനെ പറ്റി നമുക്ക് നോക്കാം. ടൊബാക്കോ ഡിക്കോഷൻ എന്ന് പറയുന്നത് ഒരു ബയോ പെസ്റ്റിസൈഡാണ്. ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ നാച്ചുറൽ മെറ്റീരിയൽസായ പ്ലാന്റ്സ്, ആനിമൽസ്, ബാക്ടീരിയ അവയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പെസ്റ്റിസൈഡ്സിനെയാണ് നമ്മൾ ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുക. ബയോ പെസ്റ്റിസൈഡ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വളരെ ചീപ്പാണ്, എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, പിന്നെ ദേ ക്യാൻ കൺട്രോൾ ദ yield loss വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, അല്ലേ? പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും വരുത്താതെ തന്നെ yield ലോസ് സംഭവിക്കുന്നതിന് കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ബയോ പെസ്റ്റിസൈഡ്സ് സഹായിക്കും. Okay, and this tobacco decoction is very effective for controlling aphids and other soft-bodied insects, and it contains nicotine, which acts as a contact poison to kill the insects. അപ്പോൾ ടൊബാക്കോ ഡിക്കോഷനിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? നിക്കോട്ടിനാണ്. ഏത്? ഈ ഇൻസെക്ട്സിനെയൊക്കെ കൊല്ലാൻ സഹായിക്കുന്ന ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൊബാക്കോ ഡിക്കോഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു 1/2 കിലോ ടൊബാക്കോ വേസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ടൊബാക്കോയുടെ ലീവ്സ് ആയിക്കോട്ടെ, അത് ഒരു 5 ലിറ്റർ വെള്ളത്തിൽ 24 മണിക്കൂർ നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. വെള്ളത്തിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒന്നുകിൽ നമുക്ക് ബാർ സോപ്പ് എടുക്കാം, അല്ലെങ്കിൽ സോപ്പ് പൊടിയും നമുക്ക് എടുക്കാം. ഇപ്പോൾ ബാർ സോപ്പാണ് എടുക്കുന്നതെങ്കിൽ 120 ഗ്രാം ബാർ സോപ്പ് സ്ലൈസ് ചെയ്ത് അത് വെള്ളത്തിലിട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സോപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 100 ഗ്രാം സോപ്പ് പൊടി വെള്ളത്തിലിട്ട് നന്നായിട്ട് കലക്കി വെച്ചേക്കുക. അതെടുത്ത് നമ്മൾ ഈ ടൊബാക്കോ ഡിക്കോഷനിലോട്ട് ആഡ് ചെയ്ത് നല്ല ഹൈ സ്പീഡിൽ നന്നായിട്ട് ഈ ഹോൾ മിക്സ്ചറിനെ നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് ചെടികളിൽ സ്പ്രേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഒരു 6-7 പ്രാവശ്യം സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ ഒരു 6-7 പ്രാവശ്യമെങ്കിലും ഈ ഒരു ടൊബാക്കോ ഡിക്കോഷൻ ഡൈല്യൂട്ട് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്ക് ചെടികളിൽ ഇത് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് സ്പ്രേ ദ സൊല്യൂഷൻ ഓൺലി വൺസ് ഓൺ എ ക്രോപ്പ്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതർവൈസ് നോൺ ടാർജറ്റ് ഫ്രണ്ട്ലി ഇൻസെക്ട്സ് മേ ബി കിൽഡ്. അതായത് നമ്മുടെ ടാർജറ്റ് അല്ലാത്ത എന്നാൽ പ്ലാന്റ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള യാതൊരു ദോഷവും ചെയ്യാത്ത തരത്തിലുള്ള ഇൻസെക്ട്സ് കൂടി ഇതിൽ നശിച്ചു പോകും.